ദൈവത്തിനെല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ അടിയിൽ കമന്റ്സിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. ദൈവത്തിനെല്ലാം അറിയാമല്ലോ, പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നതിന്റെ ഉദ്ദേശം? സത്യത്തിൽ വളരെ നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് കമന്റ്സിൽ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം സോ ദാറ്റ് ഐ ക്യാൻ സ്റ്റാർട്ട് ഇറ്റ്. അപ്പൊ ഞാൻ കാരണം ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തിൽ പ്രാർത്ഥന ആരംഭിക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൂടാ എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം. സോ ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയാം, നമ്മുടെ സങ്കടങ്ങൾ അറിയാം, നമ്മുടെ ഭാവി അറിയാം, എന്ത് വേണമെന്ന് പോലും അറിയാം. അപ്പോ വീണ്ടും പോയി എന്തിനാണ് ദൈവത്തോട് എൻ്റെ കാര്യങ്ങൾ പറയുന്നത്? ഇവിടെയാണ് ഒരു വലിയ കാര്യം ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ പിതാവിന് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയാം. അപ്പൊ ഇവിടം വരെ വായിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അപ്പൊ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് മുന്നേ അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ബൈബിളിൽ പോലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അടുത്ത വാക്യാണ് ഇമ്പോർട്ടന്റ്. അവിടെ യേശു പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവീൻ എന്നാണ് പറയുന്നത്. ഒന്നും കൂടെ പറയാം, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവീൻ. യേശു അവിടെ പറയുന്നത് ദൈവത്തിനറിയാം അതുകൊണ്ട് പ്രാർത്ഥിക്കണ്ട എന്നല്ല, പകരം ദൈവത്തിനറിയാം അതുകൊണ്ട് പ്രാർത്ഥിക്ക എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാ? കാരണം പ്രാർത്ഥന എന്നത് ദൈവത്തെ നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുന്നതല്ല, പകരം പ്രാർത്ഥന എന്നത് ദൈവത്തിന് നമ്മുടെ ഹൃദയം തുറന്ന് കൊടുക്കുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് എ റിച്വൽ, ഇറ്റ് ഈസ് അബൌട്ട് എ റിലേഷൻഷിപ്പ്. നമ്മുടെ മനസ്സും ഹൃദയവും ഒക്കെ തുറന്ന് ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ ദൈവത്തിനെ സ്വാഗതം ചെയ്യുന്നതാണ് പ്രാർത്ഥന എന്നതിന്റെ അർത്ഥം. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു അച്ഛന് തന്റെ മകന് വിശക്കുന്നുണ്ടെന്ന് അറിയാം അല്ലെ? അതുപോലെ തന്നെ എപ്പോഴാണ് പേടി വരുന്നതെന്നറിയാം. പക്ഷെ കുഞ്ഞു ഓടി വന്ന് അച്ഛാ എനിക്ക് പേടിയാവുന്നു എന്ന് പറയുമ്പോൾ അച്ഛൻ പറയോ എനിക്കറിയായിരുന്നു അതുകൊണ്ട് ഇപ്പൊ പൊക്കോ എന്ന്? ഇല്ല. എന്താ ചെയ്യുന്നേ? അച്ഛൻ അവനെ ചേർത്ത് പിടിക്കും അല്ലേ? കാരണം ആ കുട്ടി വന്നത് അച്ഛനെ പേടിയാണ് എന്ന് പറയാനല്ല, പക്ഷെ അച്ഛനെ തേടിയാണ് വന്നതെന്ന് ആ അച്ഛൻ അറിയാം. അപ്പൊ പ്രാർത്ഥന അതുപോലെ തന്നെയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നല്ല, അവിടുന്ന് അനുഗ്രഹിക്കാൻ തയ്യാറാണ്. നമ്മുടെ ജീവിതത്തിൽ സമാധാനം, ജ്ഞാനം, ധൈര്യം, വഴികാട്ടല്, കൃപ ഇതെല്ലാം നൽകാൻ കർത്താവ് തയ്യാറാണ്. പക്ഷേ ദൈവം നമുക്ക് ഒരു വലിയ സമ്മാനം തന്നിട്ടുണ്ട്. എന്താണെന്നറിയാവോ? ഫ്രീ വിൽ, സ്വതന്ത്രമായി തീരുമാനിക്കാനുള്ള ഒരു കഴിവ്. ദൈവം നമ്മളെ റോബോട്ടുകളായിട്ടല്ല സൃഷ്ടിച്ചേക്കുന്നത് അല്ലെ? അവിടുന്ന് ഒരിക്കലും ബലമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. അപ്പൊ പ്രാർത്ഥന എന്നത് കർത്താവെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അങ്ങേ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നതാണ്. നമ്മൾ തന്നെ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളവിടെ നമ്മുടെ കൈകൾ തുറന്ന്, നമ്മുടെ ഹൃദയം തുറന്ന്, നമ്മുടെ ജീവിതം തന്നെ കർത്താവിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ അവിടെ നിന്ന് അനുഗ്രഹിച്ചോട്ടെ. പക്ഷേ ബൈബിളിൽ പറയുന്നത്, യാക്കോബ് 4 എന്താ പറയുന്നതെന്ന് അറിയാവോ? നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കാത്തത് എന്നാണ്. ഇത്ര ശക്തമായൊരു വചനമാണ് അല്ലെ? ദൈവത്തിന് കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മൾ ചോദിക്കാത്തത് കൊണ്ടാണെന്ന് വ്യക്തമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് യേശു പറഞ്ഞ എന്താ? ചോദിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്നാ. അപ്പൊ ഒരു തവണ ചോദിച്ച് നിർത്താൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, പക്ഷെ ചോദിച്ചുകൊണ്ടേയിരിക്കാനാ പറയുന്നത്. എന്തുകൊണ്ടാ? കാരണം നമ്മൾ ജീവിക്കുന്നത് ഒരു ഏദൻ തോട്ടത്തിലല്ല, ഒരു തകർന്ന ലോകത്താണ്. അവിടെ പ്രതിസന്ധികളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്, നിരാശകളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ദൈവത്തിന്റെ അടുക്കലേക്ക് പോകേണ്ടത്. യേശുവിനെ തന്നെ ഒന്ന് നോക്കിക്കേ, അവിടുന്ന് ദൈവപുത്രനായിരുന്നു അല്ലെ? എന്നിട്ടും രാവിലെ എഴുന്നേറ്റ് ഒറ്റപ്പെട്ട സ്ഥലത്ത് പോയി, മലമുകളിൽ പോയി കർത്താവ് യേശുപ്പച്ചൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ യേശുവിന് പ്രാർത്ഥിക്കേണ്ടി വന്നെങ്കിൽ നമ്മൾ എത്രയധികം പ്രാർത്ഥിക്കണം. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാം. പ്രാർത്ഥന എന്നുള്ളത് നമ്മളെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതായത് കൂടുതൽ വിശ്വാസം, കൂടുതൽ പ്രത്യാശ, കൂടുതൽ സമാധാനം, കൂടുതൽ ധൈര്യം കിട്ടുന്ന പോലെ നമ്മൾക്ക് തോന്നും. അതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ലൈഫിലെ എക്സാമ്പിൾ തന്നെ പറയാണ്.
ചില സമയങ്ങളിൽ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് നിറകണ്ണുകൾ ആവാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ കരയാറുണ്ട്. അതായത് ദൈവം നമുക്ക് ഒരുക്കി തന്ന നന്മകളെ ഓർത്തിട്ട്, തന്ന കൃപകളെ ഓർത്ത്, നമ്മുടെ സാഹചര്യങ്ങളിൽ പ്രതിസന്ധികളിലൊക്കെ നമ്മളെ കരം പിടിച്ചുയർത്ത സമയങ്ങളെ ഓർത്ത് ചില സമയങ്ങളിൽ നമ്മൾ കുറച്ചു നേരം അവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു അനുരഞ്ജനത്തിന്റെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പോലെ തോന്നും. അപ്പൊ ആ സാഹചര്യം മൊത്തത്തിൽ മാറുകയാണല്ലേ. നമുക്ക് കൂടുതൽ വിശ്വാസം, എൻ്റെ കൂടെ ഒരാളുണ്ട്, അല്ലെങ്കിൽ പ്രതിസന്ധികളിൽ എന്നെ താങ്ങാൻ, എന്നെ പിടിച്ചുയർത്താൻ ഒരാൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടുകയാണ്. അപ്പൊ അതാണ് ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ വരുന്നത്. പലരും പറയാറുണ്ട് പ്രേ ടു ഗോഡ് എന്ന്, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. പക്ഷെ എനിക്ക് പറയാനുള്ളത് പ്രേ വിത്ത് ഗോഡ് എന്നാണ്. ദൈവത്തോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക എന്നാണ്. അവിടെ ഒരു ആത്മബന്ധമാണ് ദൈവവും നമ്മളും തമ്മിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്ന എന്താണെന്നുള്ളത് കമന്റിലൂടെ എന്നെ അറിയിക്കുക. പ്രേയർ ഈസ് നോട്ട് അബൌട്ട് ഇൻഫോമിങ് ഗോഡ്, ബട്ട് പ്രേയർ ഈസ് അബൌട്ട് ഇൻവൈറ്റിംഗ് ഗോഡ് ഇൻ യുവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തെ സ്വീകരിക്കുന്നതാണ് പ്രാർത്ഥനയുടെ യഥാർത്ഥ അർത്ഥം. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.